തൃശൂർ ഇന്ന് മാറ്റങ്ങളുടെ പാതയിലാണ്. തൃശൂരിൽ താമര വിരിയിച്ചതിന് പിന്നാലെ സുരേഷ് ഗോപി തൃശൂരിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയാണ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ തൃശൂർ വിമാനത്താവള മോഡൽ റെയിൽവേ സ്റ്റേഷൻ വരുന്നു എന്ന രീതിയിൽ വാർത്തകൾ എത്തിയിരുന്നു. ഇത് കുറച്ചുനാൾ മുൻപ് തന്നെ ചർച്ചകൾ നടന്നൊരു സംഭവമാണ്. എന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപി മുൻകൈയെടുത്ത് അതിന്റെ നടപടികളൊക്കെ വേഗത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ പല കാര്യങ്ങളും സുരേഷ് ഗോപി ഇടപെട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും സുരേഷ് ഗോപിയുടെ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും സുരേഷ് ഗോപി ഇടപെട്ട് ശരിയാക്കി കൊണ്ടുവരുന്നതൊക്കെ നമുക്ക് കാണാം. വടക്കുംനാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരം ചോർന്നൊലിച്ച സംഭവത്തിൽ നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. ആർക്കിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു, പക്ഷെ അവർ തന്നിട്ടില്ല. പകരം താൻ റിപ്പോർട്ട് നൽകുമെന്നും വിഷയം ക്യാബിനറ്റിൽ അവതരിപ്പിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇത് ഉദ്യോഗസ്ഥരുടെ മാത്രം രാജ്യമല്ലല്ലോ എന്നും കേന്ദ്രമന്ത്രി ചോദിച്ചു. തെക്കേ ഗോപുര നട ചോർന്നൊലിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടുള്ള വാർത്തയെ തുടർന്നാണ് ഈ നടപടി. കാലാകാലങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതു കാരണം മഴക്കാലത്ത് ചോർന്നൊലിക്കുകയാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുര നട. 3 നിലകളിലായുള്ള ഗോപുരത്തിന്റെ അടിഭാഗം വരെ വെള്ളം വീഴുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടും ആർക്കിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിച്ചില്ല. പകരം സംഭവത്തിന്റെ ഗൗരവം പുറത്തറിയിച്ച താൽക്കാലിക ജീവനക്കാർക്കെതിരെയായിരുന്നു ഉദ്യോഗസ്ഥരുടെ നടപടി. പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സോണൽ ഉദ്യോഗസ്ഥനെ നേരിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ തനിക്ക് ഇതുവരെയും റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും പകരം താൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പലയിടത്തും മരത്തട്ട് ദ്രവിച്ച നിലയിലാണ്. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ഗോപുരത്തിന് ബലക്ഷയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചോർച്ച സംബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിനെ ദേവസ്വം മാനേജർ വിവരം അറിയിച്ചിരുന്നു. സംഭവം പുറത്തറിഞ്ഞതിന് പിന്നാലെ താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം തടഞ്ഞുവെക്കുന്ന സമീപനം ആർക്കിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായതായും പരാതിയുണ്ട്. ചോർച്ചയുടെ ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ ഗോപുരനട അകത്തു നിന്ന് പൂട്ടിയിരിക്കുകയാണ്. ക്യാബിനറ്റിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരുമെന്നും അടിയന്തര നടപടി ആവശ്യപ്പെടുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട്. തൃശൂരിനെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് കഴിഞ്ഞ ദിവസം ധാരണയായിരുന്നു. ഇതോടെ സാംസ്കാരിക നഗരത്തിന്റെ പ്രൗഢി ചോരാത്ത രീതിയിലുള്ള വികസനങ്ങളാണ് തൃശൂരിൽ വരാൻ പോകുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസന പദ്ധതി മുൻപ് അംഗീകരിക്കപ്പെട്ടിരുന്നുവെങ്കിലും കെട്ടിടത്തിന്റെ രൂപരേഖയിൽ തീരുമാനമായിരുന്നില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർദ്ദേശിച്ച ചില മാറ്റങ്ങൾ കൂടി ഉൾക്കൊണ്ടാണ് പുതിയ തീരുമാനമുണ്ടായിരിക്കുന്നത്. ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിലാണ് തീർപ്പുണ്ടായത്. ആരാധനാലയങ്ങളുടെ നാടുകൂടിയായ തൃശൂരിൽ പൈതൃകവും ആധുനികതയും സംയോജിക്കുന്ന വിധത്തിലുള്ള സ്റ്റേഷൻ കെട്ടിടമാണ് നിലവിൽ വരിക. മൊത്തം 390.53 കോടി രൂപ ചെലവഴിക്കുന്നതാണ് പുതിയ പദ്ധതി. രാജ്യത്ത് മറ്റു പല നഗരങ്ങളിലും വിമാനത്താവളങ്ങൾക്ക് സമാനമായി നിർമ്മിച്ച സ്റ്റേഷനുകളുടെ മാതൃക തന്നെയാണ് ഇവിടെയും പിന്തുടരുക. വരാനും പോകാനും വ്യത്യസ്ത കവാടങ്ങളാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മൊത്തം 3 നിലകളാണ്. താഴത്തെ നില പാർക്കിങ്ങിനടക്കം വാഹനങ്ങൾ വന്നു പോകാനാണ്. 2ാം നിലയിലാണ് ടിക്കറ്റ് കൗണ്ടറും മറ്റും സജ്ജമാക്കുക. കൂടാതെ മൾട്ടി ലെവൽ പാർക്കിംഗ്, ജീവനക്കാർക്കുള്ള ഫ്ളാറ്റുകൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്.